പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, ഷാജി ജോസഫിനെന്താ എല്ലാം ഉണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ നേരത്തെ കഥ ഇതൊന്നുമല്ല, ഒന്നുമില്ല. അമ്മയുടെ താലിമാല പണയം വെച്ചാണ് എന്നെ പഠിക്കാൻ അയച്ചത്, ഒരു ദരിദ്ര വീട്ടിൽ നിന്ന്. ഇതേപോലെ ദൈവം യാത്ര ചെയ്യുന്ന വാഹനമാണ് ഞാനും നിങ്ങളും എങ്കിൽ നമ്മുടെ കാര്യം ആര് നോക്കും? ദൈവം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ നമ്മൾ മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ ആര് നോക്കണം? നമ്മൾ നോക്കണം. എടുത്തം കിട്ടിയ ശരിയായ ഇൻസ്ട്രുമെന്റ്സ് നമ്മളിലും നമ്മളുടെ കുടുംബങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുക. എന്ത് ഇൻസ്ട്രുമെന്റ്സ്? സ്പിരിച്വൽ ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പക്ഷേ കേൾക്കുന്നത് സ്പിരിച്വൽ ഇൻസ്ട്രുമെന്റ്സ്. ഹല്ലേലൂയ. പലരുടെയും കുടുംബത്തിലെ വിഷയങ്ങൾ ഇതാണ്. അവർക്ക് അർഹമല്ലാത്തത് ചിലപ്പോൾ അനിയനുള്ളതായിരിക്കുക, അല്ലെങ്കിൽ പെങ്ങൾക്കുള്ളതായിരിക്കുക, ആങ്ങളൊക്കെയുള്ളതായിരിക്കുക. അവരില്ലാത്ത സമയത്ത് അമ്മയെ സൂത്രപ്പണി കാണിച്ച് മയക്കി അടിച്ച് അത് തൻ്റെ പേരിലാക്കി കൊണ്ടുവന്നു. ഈ നാളുകളിൽ നമുക്ക് തോന്നിയതുപോലെയൊക്കെ നമ്മുടെ ഇഷ്ടം നടത്തിയെടുക്കുന്ന പരിപാടിയൊക്കെ വിട്ടിട്ട് തോന്നിയതുപോലെയൊക്കെ പാകുന്നത് വിട്ടിട്ട് 128 സങ്കീർത്തനം പറയുന്നത് പോലെ യഹോഭക്തനായ പുരുഷനായി നിലകൊള്ളുക, ദൈവവുമായിട്ട് റൈറ്റ് പൊസിഷനിങ്ങിൽ ആകുക, യഹോഭക്തിയായ സ്ത്രീയായി മാറുക. മക്കളെ നന്നാക്കേണ്ട കാര്യം ദൈവം നോക്കിക്കോ. ഇതാ നിങ്ങളുടെ ഇത്ര ലക്ഷം പോയി, 70 ലക്ഷം പോയി, 5 ലക്ഷം പോയി, 3 ലക്ഷം പോയി, ചോദിച്ചിട്ട് തന്നില്ല, അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉള്ളത് മുഴുവൻ മകളെ കെട്ടിക്കാൻ വെച്ചതും അതിനും ഇതിനും വെച്ചത് എടുത്തു കൊടുത്തിട്ട് അവസാനം ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പൈസ തിരിച്ചു തരാത്ത വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അകത്ത് എന്താ വരുന്നേ? നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല, നിങ്ങളുടെ ആവശ്യം നടക്കുന്നില്ല, അയാളുടെ സ്നേഹമാണോ വരുന്നത്? എന്താ വരുന്നത്? പക, കോപം. ഉടനെ ദൈവരാജ്യം നിങ്ങൾ സ്വിച്ച് ഓഫ് ആയില്ലേ? ദൈവരാജ്യം സ്വിച്ച് ഓഫ് ആയില്ലേ? നിങ്ങളെല്ലാം ചിന്തിച്ചോ? ഇതൊക്കെ ദൈവരാജ്യം സ്വിച്ച് ഓഫ് ആയി. നമ്മളൊരു കുടുംബമാണ്. ഇവിടെ ഒരു ഡിനോമിനേഷനെ കുറിച്ചോ സംഘടനയെ കുറിച്ചൊന്നും കേൾക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവം അന്വേഷിക്കുന്നതും ക്രിസ്തുവിൽ ഒരു കുടുംബമാണ്. നാം അവസാനം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നമ്മൾ കത്തോലിക്കരാകുമെന്നോ പെന്തക്കോസ്തുകാരാകുമെന്നോ അല്ല ബൈബിൾ പറയുന്നത്, നാം ദൈവത്തിൻ്റെ ഭവനമായി മാറും. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ അവരെ ക്രിസ്തുവിൻ്റെ ആ തികവിലേക്ക് എത്തിക്കുകയും അതിനായി അവരെ സഹായിക്കുകയും സ്വർഗീയ പിതാവിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു സഭയിൽ ചേർത്ത് അവസാനിപ്പിക്കുകയല്ല, സ്വർഗീയ പിതാവിൻ്റെ അടുക്കലെത്തണം. അതൊരു ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വത്തിന് നമുക്ക് ഷെയറുണ്ട്, അവകാശമുണ്ട്. മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന നിലയ്ക്കുന്നതിലേക്ക് ഉപരിയായ പ്രതിഫലം ദൈവം നമുക്ക് തരും. പ്രതിഫലത്തിൻ്റെ പുറകെ ഒരു ദൈവദാസനും ഓടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. പകരം ദൈവം വേണ്ടത് വേണ്ടപ്പോൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്താൽ മതി, നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഈ ജനം ദൈവഭക്തിയിൽ ആ നല്ല രീതിയിൽ വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നുവെങ്കിൽ അതാണ് ഒരു ദേവദാസൻ്റെ ജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പക്ഷേ അതിന് ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്, ജനങ്ങൾക്കൊരു താല്പര്യം ആവശ്യമാണ്. എനിക്കും ആ ക്രിസ്ത്യാനുരൂപതയുടെ പൂർണ്ണതയിലേക്ക് എത്തുകയും ദൈവഭവനത്തിൽ ആ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി തീരുകയും ചെയ്യണമെന്നൊരാഗ്രഹം അവനവന്, ആ താല്പര്യം ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാനകേന്ദ്രത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ കർത്താവ് ഈ ദർശനം എനിക്ക് തന്നെങ്കിലും എൻ്റെ മാതാവാണ് ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മാതാവായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മാതാവ് മരിച്ചു, കടന്നുപോയി. തുടർന്ന് ആ സമയം കൂടുതലായിട്ട് സന്തോഷ് പാസ്റ്ററാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് ഈ ആലയം ഒരിക്കൽ വൺസ് ഇൻ എ മന്ത് നമ്മൾ ധ്യാനം തുടങ്ങുന്നതിൻ്റെ തലേ ആഴ്ച നമ്മളൊരു ടീമായിട്ട് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും വന്നത് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവായിരുന്നു. എന്നാൽ കുറച്ച് ഞാൻ കണ്ടത് നമ്മുടെ ആളുകൾക്കൊരു മടിയാണ്. അതിലേക്കൊക്കെ ഒരു മടി കടന്നു വരികയും പിന്നെ പിന്നോക്കം വരികയും. പിന്നെ ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, നേപ്പാളി സഹോദരി. അവരെ നമ്മളിതിലേക്ക് എൻഗേജ് ചെയ്യുകയും ചെയ്തു കുറച്ച്. അപ്പോൾ നമ്മുടെ ആളുകൾ ഒരുവിധം പയ്യെ പിന്മാറി. ഇങ്ങനെ
ഇപ്പോൾ ആ സഹോദരിക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് ആയി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കണ്ടൊരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ദേവാലയത്തിലെ പണി എന്ന് പറയുന്നത് ഈവൻ ലോകത്ത് മറ്റേത് പണിയേക്കാളും ശ്രേഷ്ഠമാണ്. ഇതുകൊണ്ട് പറയുന്നത് നിൻ്റെ ആലയത്തിലെ കാവൽക്കാരനായിരിക്കുന്നത് ശ്രേഷ്ഠകരമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദൈവം ഗൈഡ് ചെയ്യുന്നെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഒരു ടീമായിട്ട് കടന്നു പോകുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് സന്തോഷ് പാസ്റ്റർ അറിയിച്ചാൽ നിങ്ങൾ ടീമായിട്ട് കടന്നു പോകുന്ന ഇതിൽ ശുശ്രൂഷ ചെയ്യാൻ, അതായത് ധ്യാനം തുടങ്ങുന്നതിൻ്റെ തലയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷ് പാസ്റ്ററെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ ആ വേളയിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കും കഴിയും. ശ്രദ്ധിക്കുക, അത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാട്ടെ. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയും, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, പലതും ദൈവത്തോട് ചോദിക്കും, പക്ഷേ നമ്മൾ പലപ്പോഴും പെറുപിറുക്കും, നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പെറുപിറുക്കാനൊക്കെ ഇടയാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ആശ്രയിച്ച് ദൈവം കാണുകയാണ്, നമ്മുടെ ഉള്ളിൽ കാണുകയാണ്, നമ്മളെ കാണുകയാണ്. എന്നിട്ട് നാം എന്താണോ വിതയ്ക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ദൈവരായിട്ട് നമുക്ക് കൊയ്യാൻ കഴിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. എന്താണോ മനുഷ്യൻ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യാനായിട്ട് ഇടയാകും. ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ഞാൻ ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നൊരു കാര്യം ഇതാണ്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം, നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ശമ്പളം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു, പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുക, 1-ാം അധ്യായം എടുത്തെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. ഇതാ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ അവസാനം റിസൾട്ട് വരുമ്പോൾ ഇല്ലാതെയാവുന്നു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ വചനം. അതായത് ഞാൻ അധ്വാനിക്കുന്നുണ്ട്, കിട്ടുന്നത് വളരെ തുച്ഛം. കിട്ടുന്നുണ്ട്, പക്ഷേ കൊണ്ടുവരുമ്പോഴോ അത് തുച്ഛമായി പോകുന്നു. കർത്താവിൻ്റെ വചനം പറയുന്ന ഒറ്റ കാര്യം അത്. അതിൻ്റെ കാരണം, നീ ദൈവത്തിൻ്റെ ആലയത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കിട്ടിയോ? ആ വേടൊന്ന് പറഞ്ഞിട്ട് വായിച്ചു. ഹഗ്ഗായി 1:6. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ. ശ്രദ്ധിച്ചേ, അവിടെ പറയാം, നിങ്ങളുടെ വഴികളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കൂലി മേടിക്കുന്നുണ്ട്, പക്ഷേ ഏത് സഞ്ചിയിലിടാനാ? ഓട്ട സഞ്ചിയിൽ ഇടാൻ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയാണ്, എൻ്റെ പദ്ധതികൾ അവിടെ നടക്കുക. എൻ്റെ പദ്ധതികളിൽ നിങ്ങൾ ഇൻവോൾവ് ആകാതെ നിങ്ങളുടെ ഭാവി സെറ്റപ്പ് ചെയ്യാൻ ഓടുമ്പോൾ നിങ്ങളുടെ ഭാവി അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പൂർണ്ണമാകത്തില്ല. ഹല്ലേലൂയ. ഇതാ പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, ഷാജി ജോസഫിനെന്താ ഇതാ എല്ലാം ഉണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ നേരത്തെ കഥ ഇതൊന്നുമല്ല, ഒന്നുമില്ല. അമ്മയുടെ താലിമാല പണയം വെച്ചാണ് എന്നെ പഠിക്കാൻ അയച്ചത്, ഒരു ദരിദ്ര വീട്ടിൽ നിന്ന്. അങ്ങനത്തെ ഒന്നുമില്ലായ്മയുടെ ഒരു അവസ്ഥയിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായത്. എൻ്റെ ജീവിത ജയമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കർത്താവിനെ കാണിച്ച് ഞാനതൊക്കെ മറന്നുപോയി. എന്നെ പഠിക്കാൻ അയച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ചിന്തിക്കുന്നത് 350 രൂപ എങ്ങാനും ഉണ്ടായിരുന്നു. എൻ്റെ ആകെയുള്ള സമ്പാദ്യമാണ്. ആ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? ഒരു വയറ് നിറയ്ക്കുന്നതിന് പകരം അര വയറ് നിറച്ച് പിശുക്കി ഉണ്ടാക്കിയ പൈസയാണ് ആ 350 രൂപ. ആ 350 രൂപ ഒരു ധ്യാന കേന്ദ്രത്തിൽ, അതായത് ഞങ്ങളൊക്കെ ധ്യാനം കൂടിയൊരു ചെറ്റപ്പുര പോലെ കിട്ടിയൊരു ധ്യാന കേന്ദ്രം ഉണ്ട്, ഒരു കത്തോലിക്ക അച്ഛൻ നടത്തിയത്. ആ ധ്യാന കേന്ദ്രം പണിയാൻ തക്കവണ്ണം ആ അച്ഛൻ അവിടെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആരും അറിയാതെ ഈ 350 രൂപ അച്ഛനോട് കൊടുത്തു. ആ കഥാവ് പറയണം, നീ എൻ്റെ ആലയം ശൂന്യമായി കിടക്കുക. അപ്പോൾ എൻ്റെ ആലയത്തിലെ കാര്യം നീ നോക്കാതെ നീ നിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുക. അതുകൊണ്ട് കുറഞ്ഞു പോവുകയാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് ഗൾഫിൽ ആരുമില്ല ആ സമയത്ത്, എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗത്തിലെ ദൈവം സർവ്വപ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്. എന്നെ അന്വേഷിച്ച് വിസയും ടിക്കറ്റും എൻ്റെ അടുക്കലേക്ക് വരികയാണ്.
അന്നു മുതലേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഞാൻ ഇതിനെ അന്വേഷിച്ച് പോകണ്ട, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഇതാ ദൈവത്തിൻ്റെ സിസ്റ്റം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സിസ്റ്റം ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഈ വചനം ഒന്നും എനിക്കറിയത്തില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, കൊടുപ്പിൻ എന്ന് നിനക്ക് കിട്ടും, അമൃത്തി കുലുക്കി നിറഞ്ഞ് കവിയുന്ന അളവിൽ നീ വെട്ടിപ്പിടിക്കണമെന്നല്ല, നിൻ്റെ മടിയിൽ ഇട്ട് തരും. ദൈവം തന്നാലേ നാം പ്രവർത്തിച്ചാൽ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ആലയത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും നാം തയ്യാറാകണം. ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഗ്ലോറി കാണുന്നു, സ്റ്റോറി കാണുന്നില്ല. കഴിഞ്ഞ ചില നാളുകളിൽ ഇത് ഞാൻ എന്നെ തന്നെ ഒന്ന് താഴ്ത്തി നിങ്ങളോട് പറയട്ടെ, താഴ്ത്തി പറയുക, ഉയർത്തിപ്പഴയല്ല അത്. കാരണം ഒരു ആളുകൾ കൊള്ളില്ലാത്തൊരു ജോലി എന്ന് ചിന്തിക്കുന്നൊരു ജോലിയാണ്. ആളുകൾ ഗ്ലോറി കാണും, പക്ഷേ അതിൻ്റെ സ്റ്റോറി കാണത്തില്ല. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. കാരണം സഹോദരിമാർ പലപ്പോഴും പറഞ്ഞിട്ട് അവരുപയോഗിക്കുന്ന ധ്യാനത്തിന് അവരുപയോഗിക്കുന്ന പാഡും മറ്റ് ഷാമ്പുവിൻ്റെ കവറും ഒക്കെ ക്ലോസറ്റിലേക്ക് കൊണ്ടിടും. ഇതെല്ലാം കൂടി വന്ന് ഈ തങ്ങമ മൊത്തം ബ്ലോക്കായി, സാധനം പുറത്ത് എല്ലാം പൊട്ടിച്ചാടി. ഞാനിത് അറിയുന്നില്ല. സഹോദരന്മാർ പലരും എന്നോട് പല രീതിയിലും പറയുന്നുണ്ട്, അത് കണ്ടായിരുന്നോ, അവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കണ്ടായിരുന്നോ. ഞാൻ പറഞ്ഞു, എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറയാം, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി, അപ്പോൾ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. ചിലരെയൊക്കെ ഒന്ന് വിളിച്ചു, അവർ വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ചെയ്യില്ല. പ്ലംബേഴ്സായിരുന്നു അവർ, ഞങ്ങൾ ചെയ്യത്തില്ല. വേറെ ആളുകൾ വിളിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് അവർ പോയി. ഇതാരും ചെയ്യാനില്ല. എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക. ആ ഭാഗത്തേക്ക് ആരും പോകുന്നില്ല. ഈ സൈഡിൽ നിന്ന് ആളെ മാറ്റി. അവസാനം ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് അപേക്ഷിച്ചു, ദൈവമേ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മനസ്സിനൊരു ശക്തി തരണം, എന്നെ എനേബിൾ ചെയ്യണം. എനിക്കിത് പരിചയമില്ല ഈ പണി, ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്. കാരണം മൊത്തം ബ്ലോക്കായി. ഇപ്പോൾ ഈ പാഡ് ഒന്നെല്ലാം അടഞ്ഞു മൊത്തം. കർത്താവ് എനിക്ക് കൃപ നൽകി. ചില സഹോദരങ്ങളെ അന്ന് ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ അവരെ ഈ പണിക്ക് ഞാൻ വിളിച്ചില്ല, അവരെ വേറെ പണിക്ക് വെച്ചു. അത് മൊത്തം കോരിക്കളഞ്ഞ് സഹോദരിമാരെ ഇട്ട പാഡുകളും എല്ലാം എടുത്ത് മാറ്റി ലൈൻ ക്ലിയർ ചെയ്ത്, അത് ഞാൻ പറഞ്ഞു എന്നെ തന്നെ ഞാൻ താഴ്ത്താന്ന്. ലൈൻ ക്ലിയർ ചെയ്ത് വെള്ളം അടിച്ച് ക്ലിയർ ചെയ്ത് റെഡിയാക്കുവാൻ സ്വർഗ്ഗത്തിലെ സഹായിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നു ഗ്ലോറി മാത്രമേ കാണുന്നുള്ളൂ, ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഏത് പണിക്കും, കക്കാനും മോഷ്ടിക്കാനും അല്ല, ഏത് പണിക്കും നമ്മൾ തയ്യാറാകണം. ഏത് പണി ദൈവത്തിൻ്റെ ആലയമാണോ അവിടെ അത് എൻ്റെ വീടാണ്, എൻ്റെ ഭവനമാണ്. ദൈവപ്രവൃത്തിയാണോ എൻ്റെ ഭവനമാണ്. നമ്മുടെ ഭവനത്തിൽ ഇപ്പോൾ നമ്മുടെ മോളുടെ കല്യാണം നടക്കുക. ആ മോളുടെ കല്യാണം നടക്കുമ്പോൾ വിളിച്ച ഒരു പാർട്ടി വന്നില്ല ഇന്ന കാര്യം ചെയ്യാൻ, നമ്മൾ എന്തു ചെയ്യും? ആ ഭാഗം നമ്മൾ കയറിയങ്ങ് ചെയ്യും. അത് നമ്മുടെ വീടാന്നേ. ഇതേപോലെ ആയിരിക്കണം ദൈവപ്രവൃത്തി മുഴുവൻ നമ്മുടേതായി തീരണം. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, എല്ലാം എൻ്റെ പപ്പയുടേതാണ്, എൻ്റെ പപ്പയുടേതെല്ലാം എൻ്റേതാണ്. ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ വളരാൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. നമുക്ക് ശക്തിയില്ലയോ? ദൈവത്തോട് ചോദിച്ച് ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവശക്തി തരും. കാരണം അപ്പൻ്റെ പ്രവൃത്തി ചെയ്യാനാ ചോദിക്കണേ, അപ്പനത് ശക്തി തരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോട്ടയം വീതി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്തൊക്കെ ചില നാളുകൾ 2018 ആ സമയത്തൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നടുവേദന, ടെയിൽ ബോണിൽ പെയിനായിട്ട് ഇരിക്കാൻ പറ്റും. അവിടെ നീര് വന്നങ്ങ് നിറയുക. എന്നെ ഇവിടെ തിരുമാനായിട്ട് ചില ആളുകളൊക്കെ വന്ന് ഇവിടെ എന്നെ തിരുമാനമൊക്കെ ഇടയായി. പല മരുന്നുകളും പല രീതിയൊക്കെ നോക്കി. ഞാൻ അന്ന് ആയിരുന്നത് ഒരു ടയറിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. ഈവൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് മുഴുവൻ ഒരു സ്പെഷ്യൽ കുഷ്യൻ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കുഷ്യൻ ഉണ്ടാകും. ഞാൻ പിന്നെ മീറ്റിങ്ങിന് യാത്ര ചെയ്യുന്നത് കിടന്നാണ് യാത്ര ചെയ്യുന്നത്. വണ്ടിയിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ട്, അതുകൊണ്ട് കിടന്ന് യാത്ര ചെയ്യും. അവിടെ മീറ്റിംഗ് സ്ഥലം എത്താറാകുമ്പോൾ തൊട്ട് മുമ്പ് വണ്ടി നിർത്തിയിട്ട് ആ വണ്ടിയിൽ നിന്ന് ചരിച്ച് അതിൽ ഇരിക്കും. കാരണം മീറ്റിംഗ് സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ പറയുമോ ഇവൻ കിടന്നേ യാത്ര ചെയ്യൂ എന്ന് പറയാതിരിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഇരുന്ന് അവരുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് ചെല്ലും. കാരണം അത് ചില വർഷങ്ങൾ അങ്ങനെ പോയി. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നെ പുതിയൊരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചു. ഞാൻ കർത്താവോട് പറഞ്ഞു, ഈ പ്രൊജക്റ്റ് ഞാൻ എങ്ങനെ ചെയ്യാനാ? കാരണം ഇപ്പോൾ നിരന്ന സ്ഥലത്താണ് വണ്ടി ഓടുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ പുതിയ പ്രൊജക്റ്റ് ഏൽപ്പിച്ചത് മലയുടെ ഉള്ളിലാണ്. ഇത് ഞാൻ എങ്ങനെ ഓടും?
പക്ഷെ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ ജോലി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ നടുവേദന എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. സ്വർഗത്തിലെ ദൈവം ആ നടുവേദന കിടത്തങ്ങ് മാറ്റി. ഇന്ന് എനിക്ക് ആ നടുവേദന ഇല്ല. മനസ്സിലായോ? പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഈ ശരീരം ഉണ്ടാക്കിയ ദൈവമാണേ. ഹല്ലേലൂയ. നാം ദൈവപ്രവൃത്തിക്കായി ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അതിനെന്തൊക്കെ ആവശ്യമുണ്ടോ, അതിൻ്റെ ഭൗതികമായിട്ട് എന്തൊക്കെ വേണോ, ശാരീരികമായിട്ട് എന്തൊക്കെ വേണോ, മാനസികമായിട്ട് എന്തൊക്കെ വേണോ, സ്പിരിച്വലായിട്ട് എന്തൊക്കെ വേണോ, ഇതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. നാം ഇതിൻ്റെ പുറകെ ഓടേണ്ട, ദൈവം എത്തിച്ചിരിക്കും. ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാം ഇതിൽ സഹായിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സമ്പത്ത് ക്രിസ്തു എനിക്ക് തന്നത് എൻ്റെ പപ്പായ. ഇതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ പാടുമ്പോൾ അതിലൊക്കെ ആരാണെന്നറിയാമോ ഏറ്റവും വലുതായി നിൽക്കണേ? നമ്മുടെ അപ്പായ. ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പനെ അറിയാം. ആ യേശു അപ്പനെ ഉയർത്തി കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ അപ്പനുമായുള്ള ആ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിക്കും. ഈ ലോകത്തിൽ ദൈവം പലതും നമ്മളെ ഏൽപ്പിക്കും, പലതും നമ്മളെ ദൈവം ഏൽപ്പിക്കും. ഇതൊക്കെ ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഇതിനെക്കുറിച്ച് ഒന്നും നമ്മൾ വ്യാകുലപ്പെടേണ്ട. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഹെവൻലി ഗവൺമെൻറ്റുമായി റൈറ്റ് പൊസിഷനിങ്ങിലാണോ എന്ന് ശ്രദ്ധിക്കുക. അതാണ് ദ റൈറ്റിയസ്നെസ് ഓഫ് ഗാഡ്. ശ്രദ്ധിച്ചാൽ മതി. ഞാനും നിങ്ങളും സ്വർഗീയ ഗവൺമെൻറ്റുമായി ശരിയായ ഒരു സെറ്റപ്പിൽ ആണോ? ഇതാ നമ്മുടെ കർത്താവ് പറഞ്ഞ്, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്, റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ ഹെവൻലി ഗവൺമെൻറ്. ഇതാണ് എങ്കിൽ ദൈവം റൈറ്റ് പൊസിഷനിലാണെങ്കിൽ ദൈവം നമ്മൾ വരെ വന്ന് നിൽക്കും. ഇതിൻ്റെ ടെക്നോളജി, ഇത് ഇമ്മാനുവൽ ടെക്നോളജിയാണ്. അത് ഇമ്മാനുവൽ ടെക്നോളജി പ്രത്യേകമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന ടെക്നോളജിയാണ് ഇമ്മാനുവൽ ടെക്നോളജി. ദൈവം നമ്മൾ വരെ വന്ന് നിൽക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം മനുഷ്യരോട് കൂടെ. ഈ ഒരു ടെക്നോളജി ഉണ്ടായ ഒരാളെ നമുക്ക് ബൈബിളിൽ കാണാം, ക്രിസ്തു. ഹല്ലേലൂയ. ഇനി ഈ ഒരു ടെക്നോളജി ഉണ്ടായ മറ്റൊരാളെ നമുക്ക് കാണാം, വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ജീവിക്കുന്നത്. ഓ, പിന്നെ ആരാ? നീയല്ലേ ജീവിക്കുക? ഞങ്ങൾക്ക് നിന്നെയാളെ കാണാൻ പറ്റുള്ളൂ. അല്ല, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുക. അപ്പോൾ ക്രിസ്തു പറയുന്നു, പിതാവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആരാ ജീവിക്കണേ? ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ പിതാവാ ഭൂമി ജീവിക്കണേ. ഇതാണ് ഇമ്മാനുവൽ ടെക്നോളജി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടുന്നു. ഇതാണ് ക്രിസ്തുവിൽ സംഭവിച്ചത്. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഈ നമ്മളിലൂടെ വെളിപ്പെടുന്ന ദൈവം ശ്രദ്ധിച്ചോളും. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരം എങ്കിൽ, സ്കൂട്ടർ ഉണ്ടല്ലേ, അഭിലാഷിന് സ്കൂട്ടർ ഉണ്ടല്ലേ, സ്കൂട്ടറിൻ്റെ കാര്യം, അഭിലാഷിൻ്റെ സ്കൂട്ടറിൻ്റെ കാര്യം സ്കൂട്ടറാണോ ശ്രദ്ധിക്കണേ, അഭിലാഷാണോ ശ്രദ്ധിക്കണേ? സ്കൂട്ടർ അല്ലേ. ഞാൻ ചോദിച്ചത്, തന്നത് ദൈവമാണ്. ഈ സ്കൂട്ടറിൻ്റെ കാര്യം ആരാ നോക്കണേ? പെട്രോൾ അടിച്ചത് ദൈവമാണോ അതോ അഭിലാഷാണോ? ദൈവം പെട്രോൾ അടിച്ചു. സൂപ്പർ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാതെ, പെട്രോൾ വണ്ടി നിന്നപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പെട്രോൾ അടിച്ചോ അത് അഭിലാഷം കൊണ്ടോ പെട്രോൾ അടിച്ചോ? അഭിലാഷം കൊണ്ടോ പെട്രോൾ അടിച്ചു ഇല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അഭിലാഷിൻ്റെ സ്കൂട്ടറിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് അഭിലാഷിൻ്റെ സ്കൂട്ടറല്ല, അഭിലാഷ. ഇതേപോലെ ദൈവം യാത്ര ചെയ്യുന്ന വാഹനമാണ് ഞാനും നിങ്ങളും എങ്കിൽ നമ്മുടെ കാര്യം ആര് നോക്കും? ദൈവം നോക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ മാത്രമാണെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ ആര് നോക്കണം? നമ്മൾ നോക്കണം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. സിമ്പിളാ. നമ്മളെ ദൈവം ഉണ്ടാക്കിയത് വേറൊന്നിനുമല്ല, ദൈവത്തിന് നമ്മളിൽ താമസിക്കുകയും നമ്മളിലൂടെ ഈ ഭൂമിയിൽ നടക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നടക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ. അങ്ങനെ നമ്മളിൽ നടക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. ഇതാണ് നമ്മളിൽ നടക്കേണ്ട സംഭവം.
മനസ്സിലായോ? പകരം നമ്മൾ വേറെ നിന്നുകൊണ്ട് കുറേ സ്തുതിയും പൂമാലയും കതിനയും വെടിക്കെട്ടും കൊടുത്ത് വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുന്നത് പോലെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. യേശു പറയുന്നു, യേശുവിനെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാ ബഹുമാനം പുത്രനും കൊടുക്കുക. പക്ഷേ യേശു പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനൊന്നും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താലേ നീ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പിതാവിൻ്റെ ഇഷ്ടം എന്താ? നീ ഒരു ദൈവപുത്രനായി വെളിപ്പെടണം. ആ ദൈവപുത്രനായി നീ വെളിപ്പെടുമ്പോൾ ആ ദൈവപുത്രൻ്റെ ടെക്നോളജിയാണ് ഇമ്മാനുവൽ ടെക്നോളജി. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ ഒരു കുടുംബമായി തീരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യാത്രയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശരിയായ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിലും നമ്മളുടെ കുടുംബങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുക. എന്ത് ഇൻസ്ട്രുമെൻറ്റ്സ്? സ്പിരിച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പക്ഷേ കേൾക്കുന്നത് സ്പിരിച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരിക്കൽ ഒരു വീട്ടിലേക്ക് കയറി, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫിസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയാം. ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി. കാരണം എന്ന് വെച്ചാൽ അവിടെ മൊത്തം പണി നടക്കുക. കയറിയപ്പോൾ ഹാൻഡ് ഗ്രൈൻഡറിൻ്റെ സൗണ്ട്, അപ്പോൾ തന്നെ വേറെ സ്ഥലത്ത് അറക്കുന്ന സൗണ്ട്. അപ്പോൾ ഇതെന്തുവാ? അവിടെ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കണേ. അപ്പോൾ ആ വീട്ടിലിരുന്ന് ടെലിഫോൺ ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അവിടെ നിൽക്കൊന്നും ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ വേറൊരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്ത സ്മെല്ല്. ഞാൻ ചോദിച്ചത് എന്താ ഈ സ്മെല്ല്? ഓഹോ, അതേ അവിടെ കട്ടർ എടുക്കാൻ വണ്ടി വന്നിട്ടുണ്ട്. കട്ടർ എടുത്തോണ്ടിരിക്കുക, അതിൻ്റെ സ്മെല്ല. ഞാൻ വീണ്ടും അവിടെ നിന്ന് ചാടി ഇറങ്ങി. അപ്പോൾ എന്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക്? അതെന്താ? പ്രഷർ കുക്കർ. അപ്പോൾ ആ വീട്ടിൽ ആ സൗണ്ടുണ്ട്. ചിലപ്പോൾ മിക്സിയുടെ സൗണ്ട് കേൾക്കാം, ഇല്ലേ? അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ച് റിസൾട്ട് അവിടെ ഉണ്ടാകും. ഇതാ പ്രഷർ കുക്കറിൻ്റെ വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇന്ന് ബീഫാണല്ലേ, അതാണ് ആ സ്മെല്ലിങ് വന്നു. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ നമ്മൾ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്മെല്ല്, അത് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. പിടുത്തം കിട്ടിയ? ഇതേപോലെ തന്നെ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, സ്പിരിച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകും. മനസ്സിലായോ? അയ്യോ എൻ്റെ മോൻ അങ്ങനെയായിപ്പോയി, എൻ്റെ മോൾ ഇങ്ങനെയായിപ്പോയേ എന്ന് പറയുമ്പോൾ ഓർത്തോളണം, എൻ്റെ മോനെ മോളെ, നീ എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്? എന്തൊക്കെ സ്പിരിച്വൽ ഇൻസ്ട്രുമെൻ്റാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്ന് അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ചോളണം. എന്നിട്ട് ചീത്തയായ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റിയിട്ട് ശരിയായ ഇൻസ്ട്രുമെൻസ് കൊണ്ട് വീട്ടിൽ ഫിറ്റ് ചെയ്യണം. ഇതങ്ങ് ഫിറ്റ് ചെയ്യാനായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം ഉണ്ടല്ലോ, ഇതാ അതൊരു വൃന്ദാവനമായി മാറും, ദൈവരാജ്യമായി മാറും. റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഇടയാകണം. ഇതാ മക്കളനുസരിക്കുന്നില്ലയോ? അപ്പോൾ പലരും പറയും എൻ്റെ മക്കളനുസരിക്കുന്നില്ല, അവരനുസരിക്കുന്നില്ല, ഇങ്ങനെയാണ് ഇങ്ങനെയാണോ. ഉടനെ എന്ത് ചെയ്യണോ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കോഴ കുടുംബത്തെ വലയ്ക്കുന്നു. ഓ, തെറ്റായ ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ കൊണ്ടുവച്ചത്. പപ്പ ഏതോ ഗവൺമെൻറ് ജോലിക്കാരനാണ്. പപ്പ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ കോഴ മേടിച്ച് ഇത് കോഴ മാത്രമല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ സൂത്രപ്പണി കാണിച്ച് പെങ്ങൾക്ക് അവകാശമുള്ളത്, ആങ്ങളയ്ക്ക് അവകാശമുള്ളത്, നാത്തൂന് അവകാശമുള്ളത് ഒക്കെ കാരണവന്മാരെ മണിയടിച്ചും പലതും ചെയ്ത് അവന് അവകാശമുള്ളത് അങ്ങനെ ബന്ധപ്പെട്ടത് കൈവശമാക്കി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള സ്പിരിച്വൽ റൈറ്റിങ്, ഇതാ നിൻ്റെ സഹോദരനാണെങ്കിൽ നിൻ്റെ പെങ്ങൾക്കാണെങ്കിൽ അവിടെയാണ് സ്വർഗത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്. ആ സാധനം എവിടെ എത്തി? നിൻ്റെ വീട്ടിൽ എത്തി. മനസ്സിലായോ? തെറ്റായ സ്പിരിച്വൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചതുപോലെ ആയിപ്പോയി. അത് വീട്ടിലിരിക്കുന്നിടത്തോളം കാലം ആ കുടുംബത്തിന് ഒരു സമാധാനവും ഉണ്ടാകത്തില്ല.
എന്നിട്ട് കൈ നീട്ടി ദൈവമേ വിടുവിക്കണേ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഹെവൻലി ഗവൺമെൻറ് റൈറ്റിയസ്നെസ് വിട്ട്, ആ നീതിബോധം വിട്ട് പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. പലരുടെയും കുടുംബത്തിലെ വിഷയങ്ങൾ ഇതാണ്. അവർക്ക് അർഹമല്ലാത്തത് ചിലപ്പോൾ അനിയനുള്ളതായിരിക്കുക, അല്ലെങ്കിൽ പെങ്ങൾക്കുള്ളതായിരിക്കുക, ആങ്ങളൊക്കെയുള്ളതായിരിക്കുക. അവരില്ലാത്ത സമയത്ത് അമ്മയെ സൂത്രപ്പണി കാണിച്ച് മയക്കി അടിച്ച് അത് തൻ്റെ പേരിലാക്കി കൊണ്ടുവന്നു. ദൈവവചനം പറയുന്നു കോഴ കുടുംബത്തെ വലയ്ക്കുന്നു എന്ന് പറയണത്. കുടുംബത്തെ വലയ്ക്കുന്നു. തെറ്റായ ഇൻസ്ട്രുമെൻ്റ് കുടുംബത്തിൽ വെക്കരുത്. നമ്മളുടെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് നല്ലതാ, അത് സന്തോഷത്തോടെ സഹിച്ചാൽ മതി. ഹല്ലേലൂയ. വല്ലവൻ്റെ അടിച്ചു മാറ്റി നമ്മുടെ വീട്ടിൽ വരരുത്. അത് നമുക്ക് നല്ലതാന്ന് പബ്ലിക് പറയൂ, പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അതൊരു ദുരന്തമാണ്, ദുരിതമാണ്. എൻ്റെ മക്കളെ, ഈ ശബ്ദ കാഴ്ച വരുന്നതിലേക്ക് എന്നെ കേൾക്കുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ, ഇവിടെ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാം എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യും. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. അതുകൊണ്ട് മക്കൾ നന്നായി നിൽക്കണമെങ്കിൽ, കുടുംബം നന്നായി നിൽക്കണമെങ്കിൽ, ജീവിത പങ്കാളി നന്നായി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതാ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാംസ് 128, സങ്കീർത്തനം 128 ഒരു ഇൻസ്ട്രുമെൻ്റ്, സ്പിരിച്വൽ ഇൻസ്ട്രുമെൻ്റാണ്. അതിൽ പറയുന്നത് അനുഗ്രഹീത കുടുംബജീവിതമാണ്. നിങ്ങൾക്കറിയാമോ, മക്കൾ ഒരു പരിധി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് കൺട്രോൾ കിട്ടില്ല. മാതാപിതാക്കന്മാർക്കും മക്കൾ ഒരു ലെവൽ വരെ വളർത്തിയെടുക്കാം, ശിക്ഷണത്തിലൊക്കെ വളർത്തിയെടുക്കും. ഒരു ലെവൽ കഴിഞ്ഞാൽ അവരെ നമുക്കതിന് പറ്റില്ല. കാരണം അവർക്ക് ദൈവം സ്വന്തം ഉത്തരവാദിത്തത്തിൽ കാര്യങ്ങൾ നേടാനും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഒരു ജീവിതം നയിക്കാനും കുടുംബജീവിതം കൊണ്ടുപോകാനും ഒക്കെ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അതുവരെയും ഒരുക്കിയെടുത്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. പിന്നെ തുടർന്ന് നമുക്ക് എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ജീവിത പങ്കാളിയെ ഹാൻഡിൽ ചെയ്യാം, ഇതിന് ഒരു ഇൻസ്ട്രുമെൻ്റാണ് സാംസ് 128, സങ്കീർത്തനം 128. അവിടെ പറയുന്നു, നിന്റെ ഭാര്യയെ ഫലപ്രദമായ മുന്തിരിവള്ളിയാക്കാം. അവൾ ഫലപ്രദമൊന്നും അല്ലെന്നേ, ആക്കിയെടുക്കാൻ പറ്റും. നിന്റെ മക്കളെ അവർ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒലിവ് തൈകളെ പോലെ ആക്കിയെടുക്കാം. അവരങ്ങനെയൊന്നും അല്ലെന്നേ, ആക്കിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണത് പറ്റുന്നത്? അതിന് സാധ്യമാക്കുന്നത് മനസ്സിലാക്കുക. ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് കുടുംബനാഥയ്ക്കും പങ്കുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാമോ? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കണം. അതായത് അവിടെ പറയുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമകനെ, പ്രിയമകളെ, മനസ്സിലാക്കുക, നീ ഒരു യഹോഭക്തയാകാൻ. എൻ്റെ അർത്ഥം, ഞാൻ യഹോഭക്തി എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ബാക്കി ആ വചനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം ഉത്തരവാദിയാണ്. നമ്മുടെ സ്പിരിച്വൽ ഇൻസ്ട്രുമെൻസുകൾ റൈറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അല്ലാതെ നാം തെറ്റായിട്ട് നാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം സദൃശ്യവാക്യം 13:21 പറയുന്നത് എന്നാ എന്നറിയാമോ? 13:21 അവിടെ പറയാണ്, ദോഷം പാപിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും പ്രശ്നമാണ് ബ്രദറെ, എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഏതോ പിശാചിൻ്റെ പ്രവർത്തനമെന്ന് തോന്നുന്നു. എന്തിനാണ് പിശാചിനെ വീട്ടിൽ കൊണ്ടുവന്നേ? വല്ലവരുടെ അടിച്ചു മാറ്റി നീ വീട്ടിൽ വെച്ചിട്ടുണ്ടോ? ഇതാണ് വിഷയം. വല്ലവരുടെ അവകാശമായത് നിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ? കോഴ നിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ? കോഴ എന്ന് പറഞ്ഞാൽ നിൻ്റേതല്ല, അത് വല്ലവരുടെയും പൈസയാണ്. അത് നിൻ്റെ വീട്ടിലെത്തിയോ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, കോഴ കുടുംബത്തെ വലയ്ക്കുന്നു. അപ്പൻ കോഴയും കൊണ്ട് വന്ന് വീട്ടിൽ വെച്ചു. ഇതാ ഭാര്യയ്ക്കും സുഖമില്ല, മക്കൾക്കും സുഖമില്ല. മനസ്സിലാകുന്നുണ്ടോ? കുടുംബത്തെ വലച്ചുകൊണ്ടേയിരിക്കും, നിൽക്കത്തില്ല ഇത്. അതുകൊണ്ട് തെറ്റായ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഫിറ്റ് ചെയ്യരുത്, കുടുംബത്തിൽ ഫിറ്റ് ചെയ്യരുത്, നമ്മളിൽ ഫിറ്റ് ചെയ്യരുത്. വായിച്ച 13:21. ദോഷം പാപികളെ പിന്തുടരുന്നു. കണ്ടോ? ദോഷം പാപികളെ പിന്തുടരുന്നു. ഹല്ലേലൂയ. പിന്തുടരുന്നു. അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും പോവില്ല. അവർക്ക് പറയാനുള്ളത് എന്ത് ചെയ്താലും പ്രശ്നം. അത് കാരണവന്മാരായിട്ട് ചെയ്തതും പുറകെ കയറി വരുന്നേ. അതുകൊണ്ടല്ലേ നമ്മുടെ എല്ലാവരുടെയും പുറകെ ഒരാൾ പിന്തുടരുന്നുണ്ട്. ആരെന്നറിയോ?
മരണം. എല്ലാറ്റിൻ്റെയും പുറകെ മരണം പിന്തുടരുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെൻ്റ് ആരാ ഇൻസ്റ്റാൾ ചെയ്തേ? ആദം ഇൻസ്റ്റാൾ ചെയ്ത ഇൻസ്ട്രുമെൻ്റാ മാനവ കുടുംബത്തിൽ. ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മനസ്സിലായോ? ഇതേപോലെ ഞാനും നിങ്ങൾ ഓരോ ഇൻസ്ട്രുമെൻസുകൾ നമ്മുടെ കുടുംബത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് തെറ്റായ ഇൻസ്ട്രുമെൻറ്റുകളാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ പഴയ ഇൻസ്ട്രുമെൻ്റാ, അയ്യോ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടോ, അതൊക്കെ മാറ്റിയിട്ട് പുതിയതാക്കുക എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം പറയാം, നീ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്ത്. നിന്റെ പഴയ ഇൻസ്ട്രുമെൻസ് ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ ദൈവാനുരൂപമായ ക്രിസ്താനുരൂപമായ ഇൻസ്ട്രുമെൻസുകൾ നിന്റെ വീട്ടിൽ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കേ. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് മാറാൻ പറ്റും. ഹല്ലേലൂയ, നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരണം. ആ 128 സങ്കീർത്തനം ഒന്ന് വായിച്ച്. കുടുംബങ്ങൾ ആദ്യം, നമ്മൾ കുടുംബത്തിൽ സ്വസ്ഥതയില്ല എങ്കിൽ, ദേവദാസന്മാരുടെ മെയിൻ പ്രശ്നം കുടുംബത്തിൽ സ്വസ്ഥതയില്ല. അത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയാ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ദൈവസഭയിൽ വായിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് പ്രയാസമായിരിക്കും, ആ ചിന്തകൾ അലട്ടാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് പുരുഷന്മാരോട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ. അപ്പോൾ പ്രാർത്ഥന മുടങ്ങും. സ്ത്രീജനം ബലഹീനപാത്രമെന്ന് നീ ആദ്യം അറിയണം. ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളി എന്ന പുരുഷൻ അറിയണം. എന്നിട്ട് അവർക്ക് ബഹുമാനം കൊടുക്കണം. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിന് വന്നാൽ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇടയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ കൊടുത്ത് വേണം ഒരു കുടുംബ ജീവിതത്തെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. 128 സങ്കീർത്തനം ഒന്ന് വായിച്ച തുടക്കം മുതൽ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഇത് വക്കീലിനൂടെ കൊടുക്കത്തില്ല, ആ ഡോക്ടറിനൂടെ കൊടുക്കത്തില്ല, അത് നീ തിന്നൂന്നേ. പക്ഷേ ഇൻസ്ട്രുമെന്റ് റൈറ്റ് ആയിരിക്കണം വെച്ചേക്കണത്. ഇൻസ്ട്രുമെന്റ് റൈറ്റ് ആയിരിക്കണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പിന്നെ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ശ്രദ്ധിച്ചേ, ഇതൊക്കെ നമ്മുടെ പരിപാടിയല്ല, ദൈവത്തിൻ്റെ പരിപാടി. അതൊക്കെ ചെയ്യണേ. നമുക്ക് മക്കളെ പിടിച്ച് ഒലിവുതയാക്കാനൊന്നും പറ്റത്തില്ല. ഭാര്യയെ ഫലപ്രദമായ മുന്തിരിവള്ളി ആക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് കൃപയിൽ ആശ്രയിച്ച് നമുക്കൊരു മാറ്റം വരുത്താം. ഇത്രേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ യഹോഭക്തനായ ഒരു പുരുഷനാകുക, യഹോഭക്തി ഒരു സ്ത്രീയാകുക, അങ്ങനെ ദൈവവുമായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് വരിക. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മുടെ കുടുംബത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതാ നിങ്ങൾക്ക് ജീവിത പങ്കാളി തെറ്റായിട്ട് പോണ പോലെ തോന്നിയാൽ ഉടനെ ദൈവത്തെ കാര്യം ഓർപ്പിക്കുക. അതെ, ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തിയാട്ടോ, ഈ ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തിയാ, യഹോഭക്തനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു തരണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് അങ്ങ് നോക്കി എന്നെ ശാശ്വതമായ വഴിയിൽ അങ്ങ് നടത്തണമേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളൊന്ന് ക്ലിയർ ആയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മക്കളെ റെഡിയാക്കി എടുക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ജീവിത പങ്കാളിയെ റെഡിയാക്കി എടുക്കേണ്ട ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ എൻ്റെ പാർട്ടി ചെയ്തു, ഞാനും അങ്ങുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണല്ലോ ഇത്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട് ക്ലിയർ ചെയ്യുക. അതെ, ദൈവമേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. എന്നിട്ട് ഈ കാര്യം യഹോവയെ ഓർപ്പിക്കുന്നവരേ എന്നാണ് പറയണത്. യഹോവയെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റാണ്. പിന്നെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന കാര്യം, ദൈവമേ അങ്ങയുടെ വാക്കുകളെല്ലാം അങ്ങയുടെ നാമത്തിന് മുകളിലാണ് അങ്ങ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ദൈവത്തെക്കാൾ മുകളിൽ വെച്ചേക്കുന്നൊരു സാധനമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ദൈവത്തിൻ്റെ നാമത്തിന് മുകളിലാണ് ദൈവം വെച്ചേക്കണേ. അതും ഓർപ്പിക്കും. ഹല്ലേലൂയ. ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ദൈവത്തെ ഓർപ്പിക്കുന്നവരായിരിക്കണം, മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ കുടുംബത്തെ മനോഹരമാക്കി എടുക്കാൻ റൈറ്റായിട്ട് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യുക.
മനസ്സിലായോ? ഒരു സഹോദരന് തൻ്റെ ഭാര്യ ഇങ്ങനെ താഴേന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് അവിടെ താഴെ പോയിട്ട് കല്ലുമേലിട്ട് കുത്തി 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 അലക്കണ കണ്ടപ്പോൾ ആ സഹോദരന് ആ ഭാര്യയോട് സ്നേഹം തോന്നി അവൾക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പഴയ ഇൻസ്ട്രുമെൻ്റ് വെള്ളം കോരി കുത്തി കുത്തി അലക്കല, പുതിയ ഇൻസ്ട്രുമെൻ്റ് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പഴയ സിസ്റ്റം മാറ്റി പുതിയ സിസ്റ്റം ആക്കിയതുപോലെ നമ്മൾ ആക്കിയതുപോലെ ഈ നാളുകളിൽ നമുക്ക് തോന്നിയതുപോലെയൊക്കെ നമ്മുടെ ഇഷ്ടം നടത്തിയെടുക്കുന്ന പരിപാടിയൊക്കെ വിട്ടിട്ട് തോന്നിയതുപോലെയൊക്കെ പാകുന്നത് വിട്ടിട്ട് 128 സങ്കീർത്തനം പറയുന്നത് പോലെ യഹോഭക്തനായ പുരുഷനായി നിലകൊള്ളുക, ദൈവവുമായിട്ട് റൈറ്റ് പൊസിഷനിങ്ങിൽ ആകുക, യഹോഭക്തിയായ സ്ത്രീയായി മാറുക. മക്കളെ നന്നാക്കേണ്ട കാര്യം ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. അല്ലാണ്ട് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാമെന്ന് കുഞ്ഞുനാളിൽ പറ്റുമായിരുന്നു, വലുതാകുമ്പോൾ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം കൺട്രോൾ ചെയ്തോളൂ. അവരെ എവിടെ പോയാലും അവരുടെ മേൽ ഈ വചനപ്രകാരം ദൈവദൂതന്മാർ കൂടെ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഹൈ ലെവൽ പ്രൊട്ടക്ഷനാണ് അവർക്ക്, ഹൈ ലെവൽ പ്രൊട്ടക്ഷൻ. നമ്മളുമായി ബന്ധപ്പെട്ട് ഈ വചനം നിവർത്തിക്കുക. എന്താ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്? എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിനാണ്. ജെറമ്യ 1:12 ദൈവം പറയാണ്, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. ഈ വചനം നിവർത്തിക്കാൻ ദൈവം ജാഗരിക്കും. എടുത്തേക്കൊന്ന് വായിച്ച്. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്യുന്നു. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ദൈവം ജാഗരിക്കും. അപ്പോൾ ഈ വചനം നിവർത്തിക്കാൻ വേണ്ടി നമ്മൾ പാടുപെടണ്ട. മനസ്സിലായി? സാറ പാടുപെട്ട് വചനം നിവർത്തിച്ചു, മൊത്തം പ്രശ്നമായി. അറിയാമല്ലോ സാറ പാടുപെട്ട് വചനം നിവർത്തിപ്പിച്ചത്. അത് ദൈവം പറഞ്ഞു, നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. സാറ കുറേ നാളായിട്ട് നോക്കിയിട്ട് ആരെ കാണാനില്ല? സന്തതിയെ കാണാനില്ല. അപ്പം സാറ അബ്രഹത്തിന് തൻ്റെ ദാസിയെ കൊടുത്ത്, ഹാഗറിനെ കൊടുത്ത് വാഗ്ദത്തം നിവർത്തിപ്പിച്ചു. അങ്ങനെയൊന്നും വേണ്ട. ദൈവം വിശ്വസ്തനാ. ദൈവം പറഞ്ഞ് ദൈവം തക്ക സമയത്ത് നിവർത്തിക്കും. നമ്മൾ അതിൻ്റെ കൂടെ കയറി നമ്മുടെ പരിപാടിയും കൂടി ഇടുമ്പോഴാണ് ഇസ്മായിൽ ജനിക്കണേ. ഹല്ലേലൂയ. ഇസ്മായിലികളെ ഒന്നും ജനിപ്പിക്കാതിരിക്കുക. ദൈവം പറഞ്ഞത് നടത്തിയെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു ലൈഫ് എക്സാമ്പിൾ കൂടി എന്ന് പറയുന്നിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും ഈ സമയങ്ങളൊക്കെ ആയിട്ട് പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത്, അവർ പലർക്കും പണം കടം കൊടുത്തു. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് ആ കടം കൊടുത്തത്. ആ കടം കൊടുത്തത് ഇവർ ചിന്തിച്ച സമയത്ത് തിരിച്ചു കിട്ടിയില്ല. പല പ്രാവശ്യം ചോദിച്ചു. ഇപ്പോൾ കടം മേടിച്ച വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ ബന്ധം വേറെയാണ്. ഒരു വഴക്കിട്ട അവസ്ഥയിലായി. ചിലയിടത്തൊക്കെ കേസിൻ്റെ വക്ക് വരെ എത്തി. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉള്ള ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ. പക്ഷേ ഞാൻ ജീവിതത്തിൽ കണ്ടൊരു കാര്യം, ഈ കടം മേടിച്ച വ്യക്തികൾ ഒരു ആവറേജ് % പറയാം, ഒരു 80% തിരിച്ച് തരത്തില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ നമ്മൾ ബാങ്ക് പോലെ ജപ്തിക്കും പരിപാടിക്കൊന്നും നടക്കാനും കേസിന് പോകാനും സമയമില്ല. ഒരു 80% തിരിച്ച് തരുന്ന വ്യക്തിത്വങ്ങളല്ല. ഇത് ചോദിച്ച് ചെന്നാൽ അവരുമായി വഴക്ക് പലപ്പോഴും ഉണ്ടാകും. ആ ബന്ധം തന്നെ അങ്ങ് നഷ്ടപ്പെട്ട് പോകും. അതുകൊണ്ട് ബൈബിള് പറയുന്ന രീതിയിൽ കൊടുക്കാൻ, മകനെ നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കുക. അത് അവനൊരു ചോയ്സാണ്. അതായത് പകരം ഇച്ഛിക്കാതെ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്തോ. ഹല്ലേലൂയ. അതിന് സ്പെയർ ചെയ്യാൻ നിൻ്റെ കയ്യിലുണ്ടോ? കൊടുക്കുക. പകരം ഒന്നും ഇച്ഛിക്കാതെ അയാൾ തന്നെങ്കിൽ തന്നോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല എങ്കിൽ നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത മാസം തരാമെന്ന് പറഞ്ഞ് മേടിക്കും. ഈ അടുത്ത മാസം ഇവർ മൈൻഡ് പോലും ചെയ്യില്ല. എന്നാൽ വളരെ കുറച്ച് പേര് അത് ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നവരും വളരെ കുറച്ച് പേരുണ്ട്. ഇവൻ കൊടുക്കാനുള്ള വ്യക്തികൾ മറന്നുപോയാൽ പോലും ഇരുന്നിട്ട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാനില്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരും വളരെ കുറച്ച് പേരുണ്ട്. എന്നാൽ അത് കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട്
ഇതാ നിങ്ങളുടെ ഇത്ര ലക്ഷം പോയി, 70 ലക്ഷം പോയി, 5 ലക്ഷം പോയി, 3 ലക്ഷം പോയി, ചോദിച്ചിട്ട് തന്നില്ല, അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉള്ളത് മുഴുവൻ മകളെ കെട്ടിക്കാൻ വെച്ചതും അതിനും ഇതിനും വെച്ചത് എടുത്തു കൊടുത്തിട്ട് അവസാനം ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പൈസ തിരിച്ചു തരാത്ത വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അകത്ത് എന്താ വരുന്നേ? നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല, നിങ്ങളുടെ ആവശ്യം നടക്കുന്നില്ല, അയാളുടെ സ്നേഹമാണോ വരുന്നേ? എന്താ വരുന്നേ? പക, കോപം. ഉടനെ ദൈവരാജ്യം നിങ്ങൾ സ്വിച്ച് ഓഫ് ആയില്ലേ? ദൈവരാജ്യം സ്വിച്ച് ഓഫ് ആയില്ലേ? നിങ്ങളെല്ലാം ചിന്തിച്ചോ ഇതൊക്കെ? ദൈവരാജ്യം സ്വിച്ച് ഓഫ് ആയി. ജെയിംസ് യാക്കോബ് 1:20 പറയുന്നു, മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. നമ്മുടെ ചിന്തയെ വന്നോളൂ അങ്ങനെ. ദൈവരാജ്യം നമ്മൾ പ്രവർത്തിക്കാതെയായി. എന്തിനാ അനാവശ്യ പരിപാടിക്കൊക്കെ ഓടുന്നേ? അപ്പോൾ റൈറ്റായിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ ബോധ്യതയുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ അതിന് ഗൈഡ് ചെയ്യുന്നെങ്കിൽ ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വായിച്ചേ യാക്കോബ് 1:20. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കണ്ടോ, ജഡൈക ചിന്തകളുണ്ടല്ലോ ദൈവത്തിന്റെ നീതിയെ സ്വിച്ച് ഓഫ് ചെയ്യും. കിങ്ഡം ഓഫ് ഗോഡ് സ്വിച്ച് ഓഫ് ചെയ്യും. ദൈവം നമ്മൾ സ്വിച്ച് ഓഫ് ആകരുത് ഒരിക്കലും. ആ വ്യക്തി തന്നില്ലയോ, അപ്പോൾ കോപം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വീണതൊക്കെ വീണു, ഇനി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ കഴിഞ്ഞ കാലം റൈറ്റായിട്ടുള്ള രീതിയിൽ വേണം. കാരണം ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്നു, ദുഷ്ടൻ കടം വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല. ഒരു വാക്കും നമ്മളോട് പറയുന്നു, നമുക്കും ദുഷ്ടന്മാരാകാം അങ്ങനെ. നമ്മളോട് പറയുന്നു, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അപ്പോഴാണ് പിന്നെ അടുത്ത ആളെ വിശ്വസിക്കാൻ പോകുന്നത്. കർത്താവ് വളരെ വ്യക്തതയോടെ പറഞ്ഞു, മനുഷ്യർ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സമയം ഒരല്പം പോലും നഷ്ടപ്പെടാതെ, കാരണം നമ്മൾ ഈ തെറ്റായ കാര്യം ചിന്തിക്കത്തില്ലേ, അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സമയമാണ് പോയിക്കൊണ്ടിരിക്കണേ. ഈ സമയം മുഴുവൻ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കി എടുക്കുവാനായിട്ട് ഇടയാകണം. അനാവശ്യം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇറ്റ്സ് എ തിങ്കിങ് മെഷീൻ. നമ്മൾ വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ പല മെഷീൻസില്ല, ഇതേപോലെ ഈ മൈൻഡാണ് തിങ്കിങ് മെഷീൻ. ഇതിലേക്ക് എന്തിട്ട് കൊടുത്താലും അതിങ്ങനെ അരച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കും. ഈ മനസ്സിന് ഇതിന് നല്ലതാണോ ഇട്ടത്? നിങ്ങൾ മില്ലിൽ പോയിട്ടുണ്ടോ പൊടിക്കാനുള്ള അരി പൊടിക്കണ മില്ല്? ഇപ്പോൾ അരി പൊടിക്കണ മില്ലിലേക്ക് നിങ്ങൾ കുറേ മുളക് ഇട്ട് കൊടുത്തു, ഉടനെ അത് ചാടി എഴുതി പറയും, നോ ഞാൻ മുളക് പൊടിക്കില്ലെന്ന് പറയുമോ? ഇല്ല, അതങ്ങ് പൊടിച്ചു തരും. ഇതേപോലെ നമ്മുടെ മനസ്സ് എന്ത് ഇട്ട് കൊടുത്താലും, ഏത് ചിന്ത ഇട്ട് കൊടുത്താലും അതങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് തരും. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് റൈറ്റ് അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ റിസൾട്ട് റൈറ്റ് അല്ലാതെ ആയിത്തീരും. അപ്പോൾ ഈ ഭാഗവും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കുഴിയിൽ വീഴാൻ ഇടയാകരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആർക്കും കൊടുക്കരുതെന്നല്ല പറയണേ. നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ, ഒന്നും പകരം ഇച്ഛിക്കാതെ കൊടുക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ദൈവം പ്രോംപ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ പിന്നെ നാളെ ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റിൽ അയാൾ തന്നില്ലേലും കുഴപ്പം നിങ്ങളുടെ ഹൃദയത്തിലില്ല. അല്ല, നിങ്ങൾ അയാൾ തന്നില്ല, ചോദിച്ചിട്ട് തന്നില്ല, നിങ്ങൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു ആ ചാച്ചൻ ഇങ്ങനെ കുറച്ച് പൈസ മേടിച്ചു, ഒന്നും തന്നില്ല, ഉടനെ ആ സ്ത്രീ പറയും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ കൊടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിഷമമായി. അപ്പോൾ അവളോടും ദേഷ്യം, അയാളോടും ദേഷ്യം, അങ്ങനെ ദൈവരാജ്യം അകത്ത് സ്വിച്ച് ഓഫായി. എന്നിട്ട് പിന്നെ കംപ്ലൈൻറ്റാണ്, നേരത്തെയൊക്കെ ബ്രദറെ ഡെയിലി ബ്രെഡൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഡെയിലി ബ്രെഡൊന്നും കിട്ടണില്ല. കാരണം ദൈവരാജ്യം സ്വിച്ച് ഓഫായി പോയി. ദൈവരാജ്യം സ്വിച്ച് ഓഫ് ആകരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായി. ചിലർ എന്നോടാണ് പറഞ്ഞതെന്ന്. അതെ, അപ്പോൾ ദൈവരാജ്യം സ്വിച്ച് ഓഫ് ചെയ്യരുത്. ജഡീക ചിന്തകൾ ദൈവരാജ്യത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. സ്വിച്ച് ഓഫ് ചെയ്യരുത്. ഹല്ലേലൂയ. എപ്പോഴും റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ ഹെവൻലി ഗവൺമെൻറ്, ദാറ്റ് ഈസ് ദ റൈറ്റിയസ്നെസ് ഓഫ് ഗാഡ്. ആ ഒരു ദൈവികമായ ചിന്തയിൽ നമ്മൾ റൈറ്റായിട്ട് പൊസിഷൻ ചെയ്യണം. അതായത് നമ്മൾ ഈ ഭാഗം പറഞ്ഞ് നിർത്താം. ശ്രദ്ധിച്ച്, നമ്മളുടെ ശരീരത്തിൻ്റെ പുറത്ത് കാർത്തിയായിനി, ജെസ്സി, ജോയി, ഇതാ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ശരീരത്തിൽ ഇവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക, അല്ലേ? അത് സെക്കൻഡറി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ, രണ്ടാമത് എടുക്കാൻ പാടുള്ളൂ. ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ശരീരത്തിന് ജീവൻ തരുന്ന സോളുണ്ട്, ദേഹി.
ദേഹിക്ക് ജീവൻ കൊടുക്കുന്ന സ്പിരിറ്റ് ഉണ്ട്, സ്പിരിറ്റിന് ജീവൻ ഇമ്പാർട്ട് ചെയ്യുന്ന ദൈവമുണ്ട്. ഈ സിസ്റ്റത്തെ നമ്മൾ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യിക്കണം. നമ്മുടെ പുറകിലുള്ള സിസ്റ്റത്തെ, നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റത്തെ. എന്താ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? കണ്ണിൻ്റെ പുറത്തുള്ള പോലീസുകാരനെ, കണ്ണിൻ്റെ പുറത്തുള്ള ശാന്തയെ, തൊമ്മനെ, തൊമ്മിച്ചനെ, പാസ്റ്ററെ ഒക്കെ പ്രീതിപ്പെടുത്താൻ നമ്മൾ നിൽക്കണേ. എൻ്റെ കുഞ്ഞുങ്ങൾ, അത് രണ്ടാമതായിട്ട് എടുക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് തൊമ്മിച്ചനല്ല, മേരിക്കുട്ടിയല്ല. നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് സോളാണ്. ഹല്ലേലൂയ. ഇനി സോൾ, അതാണ് ശരീരത്തിൻ്റെ ജീവൻ സോളിലേ ഇരിക്കണേ, രക്തത്തിലേ ഇരിക്കണേ. ഇനി സോളിനെ ചലിപ്പിക്കുന്നത് ആത്മാവാണ്. ഹല്ലേലൂയ. ഇനി ആത്മാവിന് ജീവൻ പകർന്നത് ദൈവമാണ്. ഈ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇമ്മാനുവൽ ഫങ്ഷൻ നമ്മൾ കറക്റ്റ് ആകും. ഫ്യൂച്ചറിൽ നമുക്കത് പഠിക്കാം. അതോടുകൂടെ ഓട്ടോമാറ്റിക് പുറമേയുള്ളവരോട് റൈറ്റായിട്ട് പെരുമാറാൻ നമുക്ക് ദൈവകൃപയാൽ സാധ്യമാകും. അപ്പോൾ ചില ലൈഫ് ലെസൺസ് ആണ് പറഞ്ഞത്. ജീവിതം റൈറ്റായിട്ട് സൂക്ഷിക്കുക, കുഴിയിൽ വീഴരുത്, സാമ്പത്തിക കുഴികളിൽ കടബാധ്യതയിൽ പോയി വീഴരുത്, നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ജഡീകമായ ചിന്തകൾ കയറി വരും, അത് നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇടയാവും. റൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ കുടുംബത്തിൽ സ്ഥാപിക്കുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്ഥാപിക്കുക. ഇനി റൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ ധാരാളം വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. റൈറ്റ് ഇൻസ്ട്രുമെൻ്റ് വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും നമുക്ക് പറ്റുന്നില്ലയോ? ഇത് ഈ പാട്ടുകളൊക്കെ വരുന്നത് എൻ്റെ കയ്യിൽ നിന്നൊന്നുമല്ല. പക്ഷേ ഇത് എവിടെ പറഞ്ഞേ? ദ റൈറ്റ് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണേ. ആ ഇൻസ്ട്രുമെൻ്റ് ആണ്. മലയാളത്തിൽ കറക്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എവിടെ? ഇൻ ക്രൈസ്റ്റ്. ദാറ്റ്സ് അനദർ റൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് ഭാവിയിൽ പഠിക്കാം കേട്ടോ. ഇൻ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തനത്ത് മീ. എന്നെ ശക്തിപ്പെടുത്തുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങണം. നമ്മുടെ ജീവിതം മനോഹരമായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് ഇടയാ, എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് ഇടയാ. ഹല്ലേലൂയ. ദൈവം എഴുന്നേക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു കുഴികളിലും വീഴാതെ ആ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഭാഗങ്ങളിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ, തുടർന്നുള്ള കാര്യങ്ങൾ, ധാരാളം ഇൻസ്ട്രക്ഷൻസ് ജനം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചും ചിന്തിക്കാം. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഡാഡി. ഇറ്റ്സ് യുവർ ഗ്രേസ്. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളേവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തയേശുവിൽ ഞങ്ങളെ വീണ്ടെടുത്ത് അങ്ങയുടെ കുടുംബമായി, അങ്ങയുടെ മാറിൽ അങ്ങുമായി ഒന്നാക്കുന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ നല്ല ആലോചനകൾക്കായി നന്ദി. റൈറ്റായിട്ടുള്ള സ്പിരിച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കണമെന്ന് അങ്ങ് ആലോചന പറഞ്ഞു തോന്നുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയും പല രീതിയിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള, ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, കോഴ, അനീതിയുള്ള ധനം ഒക്കെ കുടുംബത്തെ വലയ്ക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു. എന്നാൽ നീതിയോടെ അങ്ങ് തരുന്നത് അത് സ്വീകരിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യോ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ പലതും ചെയ്യുന്നു, പലതും സമ്പാദിക്കുന്നു, പക്ഷെ കൊണ്ടുവരുമ്പോൾ അത് അല്പമായി തീരുന്നു. ഓട്ടസഞ്ചിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതമായി തീരുന്നു. എന്നാൽ പ്രിയ നല്ല പിതാവേ, റൈറ്റ് ഇൻസ്ട്രുമെൻ്റ് ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം ഓട്ടസഞ്ചിയിലല്ല, അത് നീ തിന്നും എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച വെറുതെ ഇപ്പോഴും തുടർന്നും ഈ ചിന്തകൾ കേൾക്കുന്ന ഏത് വ്യക്തിത്വങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യവും സഹായവും അങ്ങയുടെ മക്കളോട് കൂട്ടായിരിക്കണമേ. അവരായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങളിന്ന് കേട്ടതുപോലെ ആ ഇൻസ്ട്രുമെൻസ് മാറ്റി പുതിയ ഇൻസ്ട്രുമെൻസ് വയ്ക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുവാൻ ആ സക്കായി ആ തെറ്റായ ഇൻസ്ട്രുമെൻറ്റുകൾ തൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയതുപോലെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തിൽ കർത്താവേ, ഞാൻ അധികമായി വാങ്ങിയത് ഇത്ര ഇരട്ടിയായി ഞാൻ തിരികെ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തിൽ ഇതുവരെ സ്ഥാപിച്ചിരുന്ന പഴയ ഇൻസ്ട്രുമെൻറ്റുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഈ ശബ്ദ കാഴ്ച വെറുതെയിലായിരിക്കുന്ന പല ഭവനങ്ങളിലും ഉള്ള പല തെറ്റായ ഇൻസ്ട്രുമെൻറ്റുകൾ ഈ സമയം നീക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. യെസ്, ദോഷം പാപിയെ പിന്തുടരുന്നു, ദോഷം പാപിയെ പിന്തുടരുന്നു. എന്നാൽ സഖായിയുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവത്തിന് അവസാനമുണ്ടായി. സഖായിയുടെ തീരുമാനപ്രകാരം ഇതാ ഞാൻ അനീതിയായി അധികമായി വാങ്ങിയതൊക്കെ ഇത്ര ഇരട്ടിയായി ഞാൻ തിരികെ കൊടുത്തുകൊള്ളാം. യേശു പറഞ്ഞു, ഈ ഒരു തീരുമാനം പ്രിയമകനെ പ്രിയമകളെ നീ എടുക്കുന്നുവെങ്കിൽ ഇതാ ചേച്ചിയിൽ നിന്ന് വഞ്ചിച്ചത്, ചേട്ടനിൽ നിന്ന് വഞ്ചിച്ചത്, അനിയനിൽ നിന്ന് വഞ്ചിച്ചത്, അവരിൽ നിന്ന് ഇവരിൽ നിന്നും പാരമ്പര്യമായിട്ടൊക്കെ വഞ്ചിച്ച് മാറ്റിയത്, ദൈവം നിന്റെ ഹൃദയത്തിൽ തരുന്ന തീരുമാനം നീ എടുത്തുകൊണ്ട് നീ റൈറ്റ് പൊസിഷനിങ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യേശു സക്കായിയോട് പറഞ്ഞതുപോലെ ഇതാ ഇപ്പോഴും പറയുന്നു, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ മാത്രമല്ല, ഈ ശബ്ദം വീണ്ടും കേട്ട് ഇതിലൂടെ തീരുമാനമെടുക്കുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിലോ ഇത് തന്നെ സംഭവിക്കാൻ ഇടയാകട്ടെ. അവരുടെ കുടുംബത്തിൽ, അവരുടേതായ ആരോഗ്യത്തിൽ, അവരുടേതായ ഫൈനാൻസിൽ, അവരുടേതായ മക്കളുടെ ജീവിതത്തിൽ ഈ രക്ഷ കടന്നു വരുവാൻ ഇടയാകട്ടെ. അതിനായി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി, ഇടപെട്ടതിനായി നന്ദി, ഈ സമയം മുഴുവനും അങ്ങയോട് ചേർന്നിരിപ്പാൻ കൃപ നൽകിയതിനായി നന്ദി. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.